വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേന്ത്രപ്പഴവും അതുപോലെ ബ്രെഡും വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പഴം നന്നായിട്ട് പഴുക്കുമ്പോൾ പിന്നെ ആരും കഴിക്കാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള പഴമായിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ ഞാൻ 3 പഴം എടുത്തിട്ടുണ്ട്. ഈ 3 പഴവും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് നെടുകെ കീറിയതിന് ശേഷം ഏറ്റവും ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, എങ്ങനെയെങ്കിലും ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മധുരത്തിലൊക്കെ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും സ്നാക്ക്. അതുപോലെ നിങ്ങൾ പച്ച പഴമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫില്ലിങ് വെക്കുമ്പോൾ നന്നായിട്ട് ശരിയാവത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 കപ്പ് തേങ്ങയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ആവുമ്പോൾ നമുക്ക് നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം നന്നായിട്ട് നെയ്യിൽ കിടന്നൊന്ന് വാടി വരണം. ഇതിപ്പോൾ നന്നായിട്ട് വാടി വരാൻ എളുപ്പമായിരിക്കും, കാര്യം നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വാടി വരും. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് വെച്ച് കൊടുത്താൽ ഒരു നോർമൽ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഏകദേശം പകുതി വേകുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള തേങ്ങയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി വരണം. തേങ്ങ ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ആ നെയ്യ് അതിൽ പിടിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് 1 പിടി ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഏലക്ക പൊടി ഇടുന്നത് ഇപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടില്ല, അപ്പം നിങ്ങളൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് ഓൾറെഡി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും പഴുത്ത പഴമാണെങ്കിൽ. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ അതൊന്ന് മെൽറ്റായിട്ട് ഇതുപോലെ വരും, നല്ല കുഴഞ്ഞ് നല്ലൊരു മിക്സായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാവാം. ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് ഇരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുഴഞ്ഞ് വന്നില്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ഉടച്ചും കൂടി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിനകത്ത് ഫില്ലിംഗ് വെക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് നല്ല ക്വാളിറ്റി ബ്രെഡ് വേണം. അല്ലാതെ കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫില്ലിംഗ് വയ്ക്കുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബ്രെഡ് വേണം ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം വെച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ടായിട്ടുള്ള പാത്രമോ എന്തെങ്കിലും മതി. അപ്പോൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ സൈഡുകളൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇതാ ഇപ്പോൾ ഒരു ഇഡലിയുടെ ഷേപ്പ് പോലെയൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 എണ്ണം വേണം ഒരെണ്ണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് മൂടാൻ വേണ്ടിയിട്ടും ഒന്ന് അതിൻ്റെ ബേസ് വെക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഓവറായിട്ട് ഫില്ലിങ് വെക്കരുത്. നമ്മൾ ബ്രെഡ് കൊണ്ട് മൂടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2 സ്പൂൺ ഒക്കെ ഫില്ലിങ് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. നിങ്ങൾ ഫില്ലിങ്ങിൽ നട്ട്സ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഉണക്കമുന്തിരി ആണെങ്കിൽ കുഴപ്പമില്ല. നട്ട്സൊക്കെ ഇട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് നട്ട്സ് കയറി കൊണ്ടിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ നട്ട്സ് ഇതിനകത്ത് ഇടാത്തത്. ഇപ്പം ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തു. ഇനി ഇതുപോലെ 2 മുട്ട എടുത്ത് അതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പഞ്ചസാരയും കൂടി ഇട്ടാൽ മാത്രമേ ആ മുട്ടയുടെ മിക്സിന് ചെറിയ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ മിക്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡുകളിൽ തേച്ച് കൊടുക്കണം. അപ്പം ഈ ഫുൾ സൈഡുകളിലും ചുറ്റിച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളല്ലെങ്കിൽ കൈ കൊണ്ടോ ചെറിയ ബ്രഷ് കൊണ്ടോ ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്, പെട്ടെന്ന് തേക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ വലിയ സ്പൂണാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ തേച്ച് കൊടുക്കണം. എന്നിട്ട് മറ്റേ ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് മൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സൈഡുകൾ നമ്മുടെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഒട്ടി വരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഇത് ഒട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഏകദേശം ഒരു ഇഡ്ഡലി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾ ആദ്യം ഒന്ന് സ്പീഡിനൊന്ന് മുക്കിയെടുക്കാം. ഒരുപാട് സമയം എടുത്ത് ഇത് ഡിപ്പ് ചെയ്യുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ബ്രെഡ് കുഴഞ്ഞ് പൊട്ടിപ്പോവും.
അപ്പോൾ അതുകൊണ്ട് സ്പീഡിനൊന്ന് റോൾ ചെയ്തതിന് ശേഷം പെട്ടെന്നൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ബ്രെഡിൽ മുക്കിയെടുക്കണം. ഒരുപാട് നേരം ബ്രെഡിലിട്ടിരിക്കരുത്, ഈ മുട്ട ബ്രെഡ് ഫുള്ള് കുടിക്കും, അങ്ങനെയാകുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ ഒരു ഫ്രൈ പാൻ വെക്കാം. ഫ്രൈ പാൻ വെച്ച് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കൊരു 3-4 എണ്ണം ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തേക്കും ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഞാനൊരു കുറച്ച് വലിയ പാനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ഓരോ സ്നാക്കായിട്ട് എടുത്തിട്ട് ആദ്യം ഈ സൈഡുകളൊന്ന് ലോക്ക് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡുകൾ ഒരു ഷേപ്പായിട്ട് നല്ല റൗണ്ടിൽ കിട്ടും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ച എല്ലാ സ്നാക്കിൻ്റെയും സൈഡുകൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. പെട്ടെന്നൊന്ന് കൈ ചൂടാവാതെ പെട്ടെന്നൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുമ്പോൾ തന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ബ്രെഡ് ആയതുകൊണ്ട് ഒരുപാട് നേരം കുക്കാവേണ്ട ആവശ്യമില്ല. അതുപോലെ ഒരു നോർമൽ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. 2 സൈഡും അതുപോലെ സൈഡുകളും ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ചായി വന്നാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്